ഇത് ഒരു മഞ്ഞളോ എരുമ്പോലെ കണ്ട ഈ ഇലേൻ്റെ തണ്ട് പച്ചയായിട്ട് ഇങ്ങനെ വരും. ഇത് വരുന്നതിനും ഈ നല്ല ശക്തിയോടെ വന്ന് നല്ലോണം വേരിൽ മണ്ണിറങ്ങിയിട്ട് വേരിളക്കം കിട്ടാനും വേണ്ടിയിട്ട് ഞാനൊരു ഉപ്പ് കൊണ്ടൊരു സൂത്രാണ് ഇപ്പം നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത്. എന്നാന്ന് ഞാൻ കാണിച്ചു തരാമല്ലോ നിങ്ങൾക്ക്. ഇത് കാണിച്ചു തരാം. ഇതിപ്പോൾ ഞാൻ പറഞ്ഞുതരാം. നോക്കേ, ഇതെല്ലാം ഈ തക്കാളിയെല്ലാം കാണുന്നില്ലേ? ഇതെല്ലാം ഇങ്ങനെ ഈ മഞ്ഞളിൽ പോലെ ഒരു ശക്തി വിടാണ്ട് വന്നിട്ടുണ്ട്. ശക്തി അത് വെയിലത്ത് വെച്ചിട്ട് അതാ കുറേ അധികം ഇത് മഗ്നീഷ്യത്തിൻ്റെ കുറവാണ്. ഇതിങ്ങനെ ഈ ഇല ഈ മഞ്ഞ പോലെ വന്നിട്ട് കാണുന്നില്ലേ? ഇതിനിപ്പോൾ എന്ന് വെച്ചാൽ ഞാൻ ഈ ഒരു ഉപ്പ് കൊണ്ടൊരു സൂത്രം ഇത് എപ്സം സാൾട്ടാണ് കേട്ടോ. ഇതാണ് എപ്സം സാൾട്ട്. ഇതിനെ കൊണ്ട് ഞാനിപ്പോൾ എന്താ വെള്ളെടുക്കാൻ ഈ തക്കാളിക്ക് ശേഷം ഇത് കലക്കിയിട്ട് അടിച്ചു കൊടുക്കാൻ പോക്കാം. ഇത് കലക്കിയിട്ട് നമ്മൾ ഇത് വേരോട്ടത്തിന് വേരിനെ ഇളക്കി കൊടുത്താൽ വേഗം വേര് പിടിച്ചിട്ട് ക്ഷണം ഉഷാറായിക്കോളും വേരിന്. അതുകൊണ്ട് ഇതിപ്പം നിങ്ങൾ ഞാനിവിടെ കാണിച്ചു തരാമല്ലോ വെച്ചിട്ടാണ്. ഇത് കണ്ട 1 ടീസ്പൂണ് 1 ലിറ്റർ വെള്ളത്തിൽ ഇതാ 1 ടീസ്പൂണാണ് 1 ലിറ്റർ വെള്ളത്തിൽ. ഇത് എന്നിട്ട് കലക്കിയിട്ട് തക്കാളിക്കായാലും വഴുതിനെല്ലാം മഞ്ഞ വരുന്നുണ്ട് കാണുന്നില്ലേ? അതിനെല്ലാം അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അതങ്ങ് പോയിക്കോളും. എല്ലാറ്റിനും കുമ്പളത്തിനും എല്ലാം വരുന്നുണ്ട്. അത് കലക്കിയിട്ട് നമുക്കിത് അടിച്ചു കൊടുക്കാം. ഇതിന് വേണ്ടിയിട്ടാണ് ഞാനിപ്പം ഇത് കാണിക്കാനാണ് നിങ്ങളിപ്പം ഇത് കൊണ്ടുവന്നത്. ഇത് എപ്സം സാൾട്ടാണ്. ഒരു ടീസ്പൂൺ ഉണ്ടായാൽ 1 ലിറ്റർ വെള്ളത്തിൽ മതി. ഇത് നല്ലോണം കലക്കിയിട്ട് വേഗം അലിഞ്ഞിട്ടാകുമ്പോൾ ഇത് അടിച്ചു കൊടുക്കുക. ബാക്കി വരുന്നുണ്ടെങ്കിൽ അതിൻ്റെ വേരോട്ടത്തിന് കുറച്ച് കലക്കിയിട്ട് അത് ഒഴിച്ചു കൊടുക്കാം. അതിൻ്റെ അടിയിൽ വേരിന് നല്ല വേരിളക്കം കിട്ടും. കാരണം വേര് താഴോട്ട് ഇറങ്ങിയിട്ട് വേഗം നന്നായി പോകും. അതിന് വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഇത് നിങ്ങൾക്കിവിടെ കാണിച്ചു തരാൻ പോകുന്നത്. കണ്ടോ? ഇതുപോലെ നമ്മളിപ്പം ചെയ്ത് നോക്കിയാൽ നമുക്ക് അതിൻ്റെ റിസൾട്ട് വേഗം 2 ദിവസം കൊണ്ട് തന്നെ തിരിയും. ഇതൊന്ന് കാണിച്ച തക്കാളി നല്ലോണം കൊല കുത്തി മാറി നല്ലോണം കായ് ഉണ്ടാവും. നല്ല കായ് ഒരൊറ്റ പോയിപ്പോയിലൊക്കെ ഇട്ടിട്ടോ അങ്ങനെ ഒന്നും പോയിപ്പോയില്ല. ഇത് മഗ്നീഷ്യത്തിൻ്റെ കുറവുകൊണ്ടാണ് അതങ്ങനെ വരുന്നത്. എൻ്റെ തക്കാളി കാണുന്നില്ലേ? മറ്റേ തക്കാളി കാണില്ല. ആടാ ഒത്തിരി ആ തക്കാളി ഞാൻ ഒരൊറ്റ ഒന്നും പോയിട്ടില്ല. ഞാനിതിങ്ങനെ ചെയ്ത് കൊടുക്കുന്നതുകൊണ്ടാണ് അങ്ങനെ പോവാതെ. അതുകൊണ്ട് നിങ്ങൾക്കും കൂടി കാണിച്ചു തരാൻ വെച്ചിട്ടാണ്. ഈ തക്കാളി വറച്ച കണ്ട വൈകിപ്പോയി അതും മഞ്ഞളിച്ച് പോയി. അതുകൊണ്ട് കാണിച്ചു തരാം നിങ്ങൾക്ക്. ആണല്ലേ? എന്താ ഇതിനൊന്ന് അടിച്ചു കൊടുക്കാം. അതൊന്നും അതിനിടയ്ക്ക് ആക്കി വെച്ചതാണ്. അത് നടുവും വേണം. അങ്ങനെ ഇതിങ്ങനെ അടിച്ചു കൊടുത്താൽ വേഗം പൂവും കായ് ഉണ്ടാവും. നല്ല ശക്തിയോടെ വരും. കാണുന്നില്ലേ? എല്ലാ അടിയിലും എല്ലായിട്ടും അടിക്കണം. നല്ലപോലെ അകവും പുറവും എല്ലാം അടിക്കണം. എന്നാൽ അതിന് വെള്ളീച്ചയോ മറ്റുള്ളൊന്നും ഉണ്ടാവില്ല. ഇതെല്ലാം കൂടി അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഈച്ച ആ വേരിനും കൂടി കുറച്ചങ്ങ് അടിച്ചു കൊടുത്തപ്പോൾ എന്നാൽ വേഗം വേര് പിടുത്തത്തിനും എല്ലാം നല്ലതാണ്. ഇതിൽ ഒച്ചുണ്ടെങ്കിൽ ഇതിനകത്ത് ഒരു 1/4 ടീസ്പൂൺ വരെ ഇത് ദൂരെ കൂടി അടിയിട്ട് കൊടുത്തു കഴിഞ്ഞാൽ അത് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്താൽ നല്ല ഉഷാറായിക്കോളും. ഇത് വന്നില്ലേ? എന്താ അത് എല്ലാവരും നല്ലതാണ്. കയ്പ പിന്നെ വഴുതിനി അത് അതിൻ്റെ മേലെ പഴുപ്പ് വരുന്നത്. അതിന് ഇത് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഇത് പോയിക്കോളും. എന്താ നല്ല ചുരുള് വരുമ്പോലെ വരുന്നുണ്ട്. ഇതിപ്പോൾ ഇതിങ്ങനെ അടിച്ചു കൊടുത്താൽ നല്ലോണം കൊല കുത്തി നല്ല കൊലയായിട്ട് തക്കാളി ഉണ്ടാവും. നമ്മൾ ഉദ്ദേശിച്ചാൽ കൂടുതലായിട്ട് കായ് വരും. അതിന് വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ അടിക്കുന്നത്. അങ്ങനെ എല്ലാറ്റിനും നല്ലതാണ്. എല്ലാറ്റിനും നല്ലത്. ഞാൻ ചീരക്കും പയറിനും അത്ര നന്നല്ല. ബാക്കി എല്ലാറ്റിനും നല്ലോണം കൊല കുത്തി മറിയും പോലെ മറിയും. ഇത് ഉണ്ടായാൽ അതിൽ കൊലയായിട്ട് വരും. അതിന് വേണ്ടിയിട്ടാണ് ഞാനിതിപ്പം പൂക്കാൻ തുടങ്ങി. ഇത് വെയിലില്ലാതെ വെച്ചതുകൊണ്ടുണ്ടല്ലോ എല്ലാം പോയിക്കോളും. ഇതിപ്പം ചിത്രകൂടത്തിൻ്റെ ഉപദ്രവം കൂടി ഉണ്ട്. അതും കൂടി നമുക്ക് ഒന്നും വളമൊന്നും ഇട്ട് കൊടുത്തില്ല. നട്ടതേ ഉള്ളൂ. നട്ടിട്ട് വളമിട്ട് കൊടുക്കണം. അത് ഇനി അവിടെ മാറ്റി വെച്ചിട്ട് വേണം ഇനി വളമെല്ലാം ചേർത്ത് കൊടുക്കാൻ. ഇപ്പം നിങ്ങളിപ്പോൾ ഇതെല്ലാം കണ്ടില്ലേ? ഇതിപ്പം ഈ വഴുതിനൊക്കെ അടിച്ചു കൊടുക്കണം. ആ വഴുതിനി ഉണ്ട് അവിടെ. വഴുതിനി അങ്ങനെ കൊലയായിട്ട് വരുന്നുണ്ട്. അതും കൂടി നിങ്ങളിന്ന് കാണിച്ചു തരാം. പിന്നെ ഇത് നിങ്ങളെല്ലാവരും ചെയ്ത് നോക്കുക. ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ കണ്ട ഞാനിപ്പോൾ ഇത് തക്കാളിക്ക് അടിച്ചു കൊടുക്കുന്നത്. ഞാൻ ഇതിനെല്ലാം ഇങ്ങനെ അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ കണ്ട ഈ മഞ്ഞപ്പെല്ലാം ഇത് പോവും. ആ മഞ്ഞളിപ്പ് പോവും. കണ്ട ഇതെല്ലാം നല്ല ഒരു മരുന്നായത്. ഇത് ഇതന്നെ ഒരു അടിക്ക് തന്നെ നമുക്കത് മനസ്സിലാവും. അതിനെ പറ്റിയിട്ട് മഞ്ഞ വന്ന അതിൻ്റെ ഇലയെല്ലാം ഇങ്ങനെ ഇതായി പോകുന്നതാണ്. അതുകൊണ്ടാണ്
ഇല തേച്ച് മഞ്ഞയായിരിക്കും, മറ്റേ തണ്ട് മാത്രം ഉണ്ടാവും പച്ച. അതിന് വേണ്ടിയിട്ടാണ് ഇത്. ആ മഞ്ഞയെല്ലാം വരുന്ന പറിച്ച് ചാടി അതിലടിച്ച് കൊടുക്കുക. ഇത് കണ്ടില്ല, ഇന്നലെ കണ്ടില്ല, നല്ല വൃത്തിയിൽ അടിച്ച് കൊടുത്താൽ നല്ലപോലെ കൊലവലിയായിട്ട് വരുന്നുണ്ട്. വൈകുന്നേരം നല്ലപോലെ അടിച്ച് കൊടുക്കുക. കൊലവലിയായിട്ട് കായ് ഉണ്ടാവും ഇത് അടിച്ച് കൊടുത്താൽ. വേരോട്ടത്തിന് നല്ലതാണ്, നല്ല കായ് ഫലം ഉണ്ടാവും. കൈപ്പക്കും എല്ലാവരും നല്ലതാണ്. ഞാൻ കൈപ്പക്കും എല്ലാം അടിച്ച് കൊടുക്കുന്നുണ്ട്. വേണ്ട കായ് ഉണ്ടാകാൻ വേണ്ടിയിട്ട് എല്ലാത്തും. ആ കൈപ്പേൻ്റെ മഞ്ഞ തന്നെ പോയില്ലേ നോക്കറ. ഇനിയിപ്പോൾ കൈപ്പക്ക് ലേശം കായ് പുട്ടത്തിന് നമുക്ക് ലേശം അടിച്ച് കൊടുക്കാം. ആ മരുന്ന് എന്തായാലും ആക്കി വെച്ചതുണ്ട്, അതൊന്ന് അടിച്ച് കൊടുക്കാം. ഇതിപ്പോൾ ഇത് തൽക്കാലം ഇത് മാത്രമേ അടിക്കുന്നുണ്ട്. ഇത് കണ്ടില്ലേ, ഇതാണ് ഇതിനെ കൊണ്ട് നല്ലൊരു ഇതാണ്. ഇത് ഒന്നും നമ്മൾ കാണുന്നവർക്കെല്ലാം ഇതെല്ലാം നല്ല ഉഷാറായിട്ട് വളരുകയും ചെയ്യും, നല്ല വേരോട്ടം ഉണ്ടാവും, എല്ലാം ഉണ്ടാവും. അതിന് വേണ്ടിയിട്ടാണ് ഇത് ഞാനിപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നു. ഇതിപ്പോൾ ഞാനിതിപ്പോൾ അടിച്ചു കൊടുത്തു. ഇനിയിപ്പോൾ എന്ന് വെച്ചാൽ ഞാനിപ്പോൾ ഇവിടെ കാണിക്കാൻ പോകുന്നതെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ആ ഒരു 3 തൈ മുറിച്ചിട്ട് ഞാൻ പിന്നെ പ്രൂണിങ് ചെയ്ത 3 എണ്ണം ഞാൻ ആക്കി വെച്ചിട്ടുണ്ട്. ഇതിനകത്ത് തൈ ആക്കി വെച്ചിട്ടുണ്ട്. അത് നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാമല്ലോ. ഇത് കണ്ട, അത് 3 എണ്ണം ഞാൻ നട്ട് കാണിച്ചു തരാം. ഇതിപ്പോൾ തൈ കണ്ട, ഇത് വേര് പിടിപ്പിക്കാൻ വെച്ച തൈയാണ്. ഇതിപ്പം വെള്ളം ആയാൽ കുറവാണ്. ഇത് ഞാനിപ്പോൾ ഇതിൻ്റെ അകത്ത് നട്ട ഈ ബാഗിൽ വേര് പിടിച്ചിട്ടുണ്ട്. വേണ്ട വേര് വന്നിട്ടുണ്ട്. വേണ്ട വേര് വന്നിട്ടുണ്ട്. ഇതിനിടയ്ക്കത്തേത് ഒന്ന് വെളിയിപ്പോയി. വേര് പിടിക്കുന്നത് ഞാൻ തട്ടുമ്പോൾ പൊരിക്കുമ്പോൾ ഇങ്ങോട്ട് ഊരിപ്പോയി. അതുകൊണ്ട് വേണ്ട വേര് നല്ലപോലെ വന്നിട്ടുണ്ട്. വേണ്ട ഇതാ വേര് വന്നിട്ടുണ്ട. ഇതാ വേര് വേണ്ട, അതേപോലെ വേര് വന്നിട്ടുണ്ട്. അത് എളിപ്പോയാലാണ് നമ്മളിപ്പോൾ പരിക്കുമ്പം വേര് എളിപ്പോയാൽ ഇനി വിഷമാണ്. വേര് പിടിപ്പിക്കാൻ വെച്ചതാ. എന്താ വേര് പിടിച്ചു. ഇത് വെളിയിൽ വരുന്നില്ല. ഇതിനകത്ത് വലിയ പാത്രമായതുകൊണ്ട് വലിച്ചാലിങ്ങ് എടുക്കാൻ ഊരിപ്പോന്നു. അതുകൊണ്ടാണ് ഞാനിപ്പോൾ അങ്ങനെ എടുത്തിന്. ഒന്നിതാ ഇത് കാണുന്നില്ലേ, ഇതിനുകൊണ്ട് വേര് പുറത്തേക്ക് വന്നിന്. കേട്ടോ ഇതാ വേര് പുറത്തേക്ക് വന്നിന്. കേട്ടാ വേര് പുറത്തേക്ക് വന്നിട്ടുണ്ടാ. ഇതാ കണ്ടാ. അതുകൊണ്ട് ഇത് ഞാൻ നടാൻ നോക്കലാണ്. നല്ലോണം നിറഞ്ഞു വരും. കുറച്ച് ദിവസം മുമ്പേ നടണമായിരുന്നു. ഞാനത് ആയിട്ടില്ലാന്ന് വെച്ചിട്ടാ നടായി. ഇതെടുത്താൽ കിട്ടുന്നില്ല. വേര് പൊട്ടിപ്പോന്നറിയില്ല. വേര് പൊട്ടിപ്പോയാൽ ഉണങ്ങിപ്പോവും. ഉണ്ടാ വേര് ഉണ്ടാ വേര് താരോളുണ്ട്. അത് അതിന് ഇത് അതാണ് നന്നാവാതെ. ആ വേര് വന്ന് ഇനി വളമൊന്നും ചേർത്തില്ലല്ലോ. വേര് വന്ന് അന്നേരം എടുക്കണമായിരുന്നു. കുറേ ദിവസമായി ആയില്ലാന്ന് വെച്ചിട്ട് ഞാൻ നടാൻ വയ്ക്കതാണ്. ഉണ്ടാ വേര് വന്നിട്ടുണ്ട്. അതാ വേര് കണ്ട, തക്കാളീൻ്റെ വേരാ ഇത്. കണ്ട മുറിഞ്ഞു പോയി തേച്ചു. വേര് വന്നതാണ്. ഇനിയിപ്പോൾ ഇതും കൂടി ഉണ്ട്. ഇന്ന് വെള്ളം രാവിലെ ഒഴിച്ചിട്ടില്ല, അതാണ് വരാൻ മടി. എന്താ ഇനി വേര് വന്നില്ല. വേര് വരുന്നേ ഉള്ളൂ. ഇനി വേര് വരുന്നില്ല. വേര് വരുന്നത്രേ. അത് ഞാൻ നടത്തേ. ശർക്കര പൊടിച്ച് വെച്ചത് ഒന്ന്. അത് ആ പഴയ തക്കാളീൻ്റെ മേലേന്ന് ഒരു ശർക്കര പൊടിച്ച് വെച്ചത്. അത് അപ്പോൾ കയ്യിൽ വരുന്നുണ്ട്. വേര് വരുന്നുണ്ട്. ഇതാ ഇനിയിപ്പം ഇത് 3 എണ്ണം ഇത് നട്ടു. ഇപ്പം ആയില്ലേ. നമുക്കതുകൊണ്ട് തക്കാളി തയ്യൽ ഇഷ്ടംപോലെ വീട്ടിൽ നിന്ന് തന്നെ ഉണ്ടാക്കാം. ഇങ്ങനെ 3 എണ്ണം 2 വട്ടം ഞാൻ ആക്കി വെച്ചതായത്. അതാണ് ഇത്. കണ്ടില്ലേ. ഇനിയിപ്പോൾ ആടെ എടുത്ത് കൊണ്ടുവരാനുണ്ട്. ഇനി എനിക്ക് ഇപ്പോൾ എടുത്തുകൊണ്ട് അത്ര കയ്യിൽ എടുത്ത് വന്നിട്ട് ഇങ്ങോട്ട് കടത്തി വെക്കണം. അതെല്ലാം ബാക്കി കളഞ്ഞിട്ട് അതിൻ്റെ അകത്തേതെല്ലാം ബാക്കി കളഞ്ഞിട്ട് വേണം കടത്തി വെക്കാൻ. ഇനിയിപ്പോൾ കുറച്ച് തക്കാളി വരിക്കാനുണ്ട് അവിടെ.
കയ്പ്പൊക്ക ഇപ്പം പരിക്കുന്നില്ല. കയ്പ്പൊക്ക പറിച്ചതാടി ഉണ്ട്. കണ്ട കയ്പ്പൊക്ക കണ്ട ഇതാ 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 കണ്ട കയ്പ്പൊക്ക കണ്ട ഇതാ കയ്പ്പൊക്ക ഉണ്ടാകുന്നുണ്ട. അതാ കണ്ട അതിൻ്റെ മേലെ കണ്ട അതാ കണ്ട അതിൻ്റെ ഉള്ളിലെല്ലാം കണ്ട കയ്പ്പൊക്കെ ഉണ്ടാകുന്നുണ്ട. താടെല്ലാം കണ്ട ഒരു കയ്പ്പ മരടേ ഉള്ളൂ. പക്ഷേ നല്ലോണം ഉണ്ടാകുന്നുണ്ട്. നല്ല കായ് ഫലം ഉണ്ടാകുന്നുണ്ട്. ഞാൻ പിന്നെ അങ്ങോട്ട് കൊടുക്കാൻ കഴിയുന്നില്ല. അതുകൊണ്ട് നിങ്ങൾക്ക് കാണിക്കാനും വിഷമമാണ്. ബാക്കിയെല്ലാം അതേപോലെ ഇതാ കണ്ട കയ്പ കണ്ട അതാ കയ്പ്പൊക്കെ കണ്ട അങ്ങ് ഉള്ളിലോളം ഉണ്ട്. എങ്ങോളം കണ്ട അങ്ങ് അതാ വലിയൊരു കയ്പ്പൊക്കെ ഞാൻ പറിച്ചിട്ടില്ല. അതാണ്. ഇനിയിപ്പോൾ തക്കാളി ഉണ്ട് പരിക്കാൻ. തക്കാളി ഉണ്ട് പരിക്കാൻ. ഇത് കണ്ട ആ തക്കാളി കൂടി ഇങ്ങോട്ട് പരിക്കട്ടെ. അതാ കണ്ട തക്കാളി കണ്ട തക്കാളി നല്ല കൊലകൊലയാറ്റി രണ്ടാമത് ഉണ്ടായതാണ്. പോയിട്ട് കൊത്തുപോയി. ഇതിലേ പരിക്കേണ്ടതേ എന്താ കയ്പ്പൊക്കെ ഉണ്ടോ അവിടെ വലിയ കയ്പ്പൊക്കെ. ഞാനത് പഠിക്കുന്നില്ല. നാളെ പഠിക്കാം. വെറുതെ പറിച്ചിട്ട് വെക്കണ്ടല്ലോ. വലിയ വിത്തിനായിക്കോട്ട്. അതുകൊണ്ടാണ് ഞാൻ പഠിക്കാറ്. വെറുതെ ഇവിടെ ഇന്നേ പറിച്ച് വെച്ചാൽ ഉണ്ടായിരുന്നു. അത് ഇന്ന് കറി വെച്ചു. തക്കാളി കണ്ട. ഇനി ഇത് രാവിലേക്ക് നമുക്കിത് കഴിയുമ്പോഴേക്ക് നമ്മൾ തക്കാളി പൂക്കാൻ തുടങ്ങി. പക്ഷേ അത് തക്കാളി ഇപ്രാവശ്യം ഉഷാറായിട്ടില്ല. അത് തണലത്ത് വെയിലത്തായതുകൊണ്ട് ഉഷാറാക്കാൻ പറ്റിയിട്ടില്ല. ഇനിയിപ്പോൾ പിന്നെ അത് ഇനി നല്ലോണം പണിയെടുത്താൽ ഉഷാറായിക്കോളും. ഇതിപ്പോൾ കാണുന്നില്ലേ. കയ്പ്പൊക്കെ ഉണ്ട. കയ്പ്പൊക്കെ വലിയ കയ്പ്പൊക്കെ വേണ്ട. കയ്പ്പൊക്കെ ഉണ്ടല്ലേ. കയ്പ്പൊക്കെ ഉണ്ട്. കയ്പ്പൊക്കെ ഇപ്പോൾ ഒരുപാട് ഉണ്ടാകുന്നുണ്ട്. അടിയിലെല്ലാം നിറച്ചും ഉണ്ടാകുന്നുണ്ട്. ഒരു മത്തനുണ്ടായിട്ടുണ്ട്. എടാ തക്കാളി കെട്ടുപോകുന്നുണ്ട്. ഇത് കണ്ടില്ലേ. ഇതും കൂടി അതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ വിളവെടുത്തിട്ടുണ്ട്. കൂടി നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇനിയിപ്പോൾ എനിക്ക് വിചാരിച്ച പോലെ നടക്കാനാവുന്നില്ല. അതുകൊണ്ട് വിചാരിച്ച പോലെ ആകുന്നില്ല. സമയം വൈകി പോകുന്നത്. അതുകൊണ്ടൊന്നും വിചാരിക്കരുത്. എനിക്ക് ആവാതെ കൊണ്ടാണ്. ഇതുണ്ട ഇത് കണ്ട മത്തൻ കണ്ട. മത്തൻ കുമ്പളം കണ്ട. ഇതാ മത്തൻ ഇതാ കണ്ട. ഇതാ കണ്ട. ഇത് കണ്ട മത്തൻ. ഒരു മത്തൻ ചെയ്യുന്ന കണ്ട. കണ്ട. ഇത് കണ്ടില്ലേ. അതിൽ ഉണ്ടാകാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി വേഗം ഉണ്ടായിക്കോളും. ഇത് വയ്യ നട്ടത് കൊണ്ടാണത് അങ്ങനെ ആയിപ്പോയത്. അപ്പം നല്ല ഇനിയിപ്പോൾ നമുക്കെന്ന് വെച്ചാൽ ഞാൻ ഇവിടെ 2 കോളിഫ്ലവർ വലിയതായിട്ടുണ്ട്. പക്ഷേ അതിന് പൂക്കൂല. ഇങ്ങനെ എനിക്ക് കഴിഞ്ഞ പ്രാവശ്യം 2ാം കൊല്ലം ഇതേപോലെ പറ്റിപ്പോയി. ഞാൻ വാർപ്പിൻ്റെ മേലെ നട്ടിട്ട് ഒരു 10-20 എണ്ണം വലിയതായതിന് സമയം തെറ്റിപ്പോയി. ഡിസംബർ ആകുമ്പോഴേക്കും അത് കായ് ഉണ്ടാവണം. തണുപ്പ് വരുമ്പോഴേക്കൊക്കെയല്ല. ഇവിടെ തണുപ്പൊന്നും ഉണ്ടായിട്ടേ ഇല്ല. അതുകൊണ്ട് കായ് ഇല്ല. അല്ല അത് ഉണ്ടായിട്ടില്ല. അങ്ങനെ കോളിഫ്ലവറും കേബേജും അങ്ങനെ തന്നെയാണ് ഉള്ളത്. ഇത് കണ്ട തക്കാളി. ഇത്ര പോരെ തക്കാളി ഉണ്ട്. ഇന്നത്തെ വിളവെടുപ്പ് മിനിഞ്ഞാന്ന് വിളവെടുത്തതാണ്. ഉണ്ടോ. ഇത് കണ്ട തക്കാളി. അത് കണ്ടില്ലേ. ഇത് കണ്ട തക്കാളി ഉണ്ടല്ലേ. ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇതെല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടായിരിക്കും. എല്ലാവരും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ആശംസകൾ. ഞാൻ പിന്നെ നിങ്ങളെല്ലാവരും ഈ വീഡിയോ കൃത്യമായിട്ട് കാണണം. നിങ്ങളെല്ലാവരും സഹായം ഉണ്ടെങ്കിൽ എനിക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും. അതുകൊണ്ട് എനിക്ക് കഴിയുന്നില്ലെങ്കിൽ ഞാൻ നിങ്ങളുടെ മുമ്പിൽ എത്തുന്നത് എന്താ വെച്ചാൽ നിങ്ങൾക്ക് ഒരു പ്രചോദനം ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഓരോ കാര്യവും ഞാൻ കാണിച്ചു തരുന്നത്. അതുകൊണ്ട് നിങ്ങളെന്നാ വേണ്ട വെച്ചാൽ എനിക്ക് പിന്നെ ഭയങ്കര വിഷമം ഉണ്ട്. തീരെ വേദനയൊന്നും തീരെ സഹിക്കാൻ പറ്റുന്നേ ഇല്ല. അതുകൊണ്ട് നിങ്ങൾ
പിന്നെ കാലിൻ്റെ എങ്ങനെയെങ്കിലും 2 മാസം കൂടി എങ്ങനെയെങ്കിലും ഇങ്ങനെ അങ്ങ് പോയിക്കോട്ടെ എന്ന് വെച്ചിട്ടാണ് ഞാനിങ്ങനെ പോകുന്നത്. അതുകൊണ്ട് എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഇനി ഞാനൊരു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നത് വരെ നന്ദി, നമസ്കാരം. എല്ലാവർക്കും നമസ്കാരം, ഹൃദയം നിറഞ്ഞ ആശംസകൾ.